വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പം നീ അവിടെ ഉള്ളത് ഓട്ടോഡ്രമിലുണ്ടോ? അപ്പോൾ ഇവിടെ റേസിംഗ് നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ ഹാങ്കോക്ക് 24 hours റേസിംഗ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായ് ഓട്ടോഡ്രമിൽ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടേജിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ കാണാൻ കുറേ വാഹനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ ഒരു കോർണറാണ് ഈ ഒരു സൈഡ് വരുന്നത്, ഈ റേസിങ്ങിൻ്റെ ഈ ട്രാക്കിൻ്റെ. അപ്പോൾ ദുബായ് ഓട്ടോഡ്രമിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാലറിയിൽ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ട്രാക്കിൽ. ബെൻസിൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ. ഫുള്ള് ഗാലറിയിൽ ഫുൾ ആൾക്കാരാട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫുള്ള് ട്രാക്കാട്ടോ. ഈ ട്രാക്കിലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കട്ടോ. ഈ ഒരു BMW കാണുന്നൊരു വാഹനം ബ്രേക്കിന് വന്നട്ടോ. അപ്പോൾ പിറ്റ് സ്റ്റോപ്പ് എന്നൊക്കെ പറയും F1 റേസിങ്ങിൽ. അപ്പോൾ അതിൽ ടയർ മാറും, ഫ്യൂല് ഫില്ല് ചെയ്യും, ഡ്രൈവർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ വാഹനത്തിന് വേറെ എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ റിപ്പയർ ചെയ്യും. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൈവ് ഡാറ്റ അതിൻ്റെ കൺട്രോൾ റൂമിൽ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാം ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ഒരു ടെക്നിക്കലൊരു എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. ഇതിപ്പോൾ റേസിങ്ങിനെ സംബന്ധിച്ച് ഇത് ഓരോ ക്ലബ്ബുകളോട്ടോ. ശരിക്കും ഇത് ശരിക്കും ഒരു വാഹനം 24 hours ഓടണം കേട്ടോ. 24 hours കംപ്ലീറ്റ് ചെയ്യണം ഒരു വാഹനം. ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ റിപ്പയർ ചെയ്യും. പിന്നെ അതിന് ബ്രേക്ക് എടുക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. കൂടുതൽ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവും. ഇത് ശരിക്കും 600ൻ്റെ മേലെ ലാപ്പ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടൈം ചെക്ക് ചെയ്ത് ഒരു വാഹനം ഈ ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 സെക്കൻഡൊക്കെ എടുക്കുന്നുണ്ട്, 2 മിനിറ്റ് എടുക്കുന്നുണ്ട്. ചില വാഹനങ്ങൾ 2 മിനിറ്റിൽ കുറവാണ് എടുക്കുന്നത്. ചില BMW വണ്ടികളൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ മൊബൈലിൽ ആ ഒരു സ്റ്റോപ്പ് വാച്ച് അമർത്തിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു വാഹനം കറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ എത്താനുള്ള ടൈം. അപ്പോൾ 5 കിലോമീറ്ററിന് മേലുണ്ട് ഈ ഒരു സർക്യൂട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 5 കിലോമീറ്റർ അവർ 2 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ ഇത് എത്ര കിലോമീറ്റർ ഓടും നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും. ടയറൊക്കെ പെട്ടെന്ന് തേഞ്ഞ് തീരുട്ടോ ഈ വളവ് വളയുന്ന സമയത്തൊക്കെ. അതേപോലെ ഇതിന് ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ ABS, അതുപോലെ ആക്സിലേറ്റർ, അതുപോലെ ക്ലച്ചൊക്കെ പോലെ കയ്യിലാട്ടുള്ളത്. ക്ലച്ചും അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ഇത് ട്യൂണിഡാണ്, റേസിംഗ് ട്യൂണിങ് ചെയ്ത വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഗിയർ ബോക്സ് ഒന്നും ആവില്ല ഇതിലുള്ളത്. വേറെ വാഹനത്തിൻ്റെ ഇപ്പോൾ എന്താ പറയുക വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗിയർ ബോക്സ് സംഭവമൊക്കെയുള്ളത്. ചില കമ്പനികൾ റേസിങ്ങിന് വേണ്ടിയിട്ട് ക്ലച്ചും സംഭവങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലച്ചിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പേ, റേസിംഗ് ക്ലച്ചിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അത്തരം ക്ലച്ചുകളൊക്കെ ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശരിക്കും നല്ല പ്രിപ്പറേഷനൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഈ റേസിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ ഈ വാഹനത്തിന് നമ്മൾ ട്യൂൺ ചെയ്തിട്ട് അത് നല്ല പവർഫുൾ ആക്കിയെടുക്കണം, കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടാനുള്ള രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. അതേപോലെ ഫാസ്റ്റിൽ പായണം, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. അതേപോലെ ഇതിന് ചിപ്പ് റീപ്ലേസിങ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വാഹനങ്ങളല്ല, അതിനുള്ള ചിപ്പും സംഭവങ്ങളൊക്കെ കയറ്റിയിട്ട് കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യുകയൊക്കെ വേണം എഞ്ചിൻ്റെ അകത്ത്, എന്നാലേ ഈ ഒരു റേസിങ് വിന്നാവുള്ളൂ. അതേപോലെ ഈ റേസിങ്ങിൽ പല കാറ്റഗറി ഉണ്ട്. 1000 cc, 1500 cc, 3000 cc, 4000 cc എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ എല്ലാ CCയിലുള്ള വാഹനങ്ങളോടെ ഒരുമിച്ചിട്ടാണ് ഈ റേസിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് ഒരു ഫസ്റ്റും സെക്കൻഡും തേർഡും എന്ന് പറഞ്ഞാൽ വിന്നർ അവർ സെലക്ട് ചെയ്യുന്നത്. അവസാനം വരെ വാഹനങ്ങൾ ഈ ഒരു ട്രാക്കിൽ തന്നെ വേണം ഓടിയിട്ട്. എനിക്ക് തോന്നുന്നു കുറേ വണ്ടികളൊക്കെ ആക്സിഡൻ്റൊക്കെ ആവുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആൾക്കാർ പുറത്തേക്ക് വന്നിട്ടുണ്ടോ. ഈ ആൾക്കാരൊക്കെ കുറേ മെക്കാനിക്ക്, ഇത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇത് ട്യൂൺ ചെയ്യുന്ന ആൾക്കാർ, എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ കേട്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ. അവരൊക്കെ ഈ റേസിങ് കഴിഞ്ഞപ്പോൾ അവസാന നിമിഷമായപ്പോൾ അവർ ഈ അവരെ വാഹനം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നോക്കി കേട്ടോ അവർ. അപ്പോൾ ഈ റേസിങ് കംപ്ലീറ്റ് ചെയ്ത് 24 മണിക്കൂർ ഓടി കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു ഡാമേജും ആക്സിഡൻ്റൊന്നും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ശരിക്കും ഭയങ്കര ടഫായിട്ടുള്ള വർക്കാണ്.
ഞാൻ ആദ്യമായിട്ടോ കാര്യം റേസിങ് ശരിക്കും കംപ്ലീറ്റ് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 2010 ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു റേസിങ് ട്രാക്കിൽ റേസിങ് കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ 2010 ഞാൻ ആദ്യം ഡുഗാട്ടിൻ്റെ ബൈക്ക് കാണുന്നത്, റേസിങ് ബൈക്ക്. അന്ന് ഈ റേസിങ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഈ റേസിങ്ങിൽ പങ്കെടുത്ത വാഹനങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ BMW കാണാം നമുക്ക്. BMW M4 ഇട്ടത്, M4ൻ്റെ തേർഡ് കിട്ടിയിട്ടുണ്ട്. നല്ല പടം കേട്ടോ M4. ഞാൻ നല്ല ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ റേസിങ് കഴിഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് 24 hours കിട്ടോ. 24 hours റേസിങ് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ അതിൽ തേർഡ് BMW കേട്ടോ. തേർഡല്ല, ആ തേർഡ് BMW ആണ്. ഇത് M4 എന്ന് പറയുന്ന മോഡലാണെന്ന് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല കേട്ടോ. അതേപോലെ ഇതിന് അത് 4th ആണോ, അത് സെക്കൻഡ് കേട്ടോ. പോർഷ സെക്കൻഡ് ഉണ്ട്. ഫസ്റ്റ് ഓടിനെ വണ്ടി കേട്ടോ കിട്ടിയിട്ട്, ഓടി. ഇപ്പോൾ ഫസ്റ്റ് വണ്ടി അവിടെ ഉണ്ട്, പോയി കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സീരീസ് റേസിങ് നടന്നിട്ടുണ്ട്. അത് ചെറിയ എൻജിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് പല റേസിങ്ങുകളും ഉണ്ട്. അപ്പോൾ അതിൽ ടൊയോട്ടൻ്റെ സുപ്ര കേട്ടോ വിന്നാക്കി. ടൊയോട്ടൻ്റെ സുപ്ര എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഈ കാണുന്ന ടൊയോട്ടൻ്റെ സുപ്ര കേട്ടോ ഫസ്റ്റ് ആയത് ഈ റേസിങ്ങിൽ. അതിലെ പോർഷ അവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എൻജിനൊക്കെ പണിയെന്നാണ് തോന്നുന്നത്. 24 hours റേസിങ് കഴിഞ്ഞ് നിൽക്കട്ടോ ഇവരൊക്കെ. സൂപ്പർ അടിപൊളിയുണ്ടോ. അതേപോലെ ഈ വണ്ടി അതൊന്നും എനിക്ക് മനസ്സിലായില്ല, ഏതോ വണ്ടി എന്നറിയില്ല. അതേപോലെ BMW വേറെ വണ്ടി ഉണ്ട്. ഇവന്മാരൊക്കെ നേരത്തെ കിടക്കട്ടോ, എന്താ രസം കാണല്ലേ. ഇതേതാ വണ്ടിന്ന് എനിക്ക് മനസ്സിലായില്ല. അത് സൂപ്ര ടൊയോട്ടൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് ഇതിൻ്റെ ട്യൂണിങ്ങുകളൊക്കെ കാണാൻ. ഇത് പല സീരീസ് ഉണ്ട് കേട്ടോ. ഇത് വാഹനത്തിൻ്റെ CCക്ക് അനുസരിച്ചിട്ട് പല സീരീസ് ആണ് ഇതിൻ്റെ റേസിങ് കേട്ടോ. Century Motors car number 14, the 96 of car collection. ഇതിൻ്റെ അകത്തേ കയറാൻ ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്ന സമയത്ത് എനിക്കൊരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഒരു ചേട്ടയ്ക്ക് ടിക്കറ്റ് തന്നിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാസ് കിട്ടും. അപ്പോൾ ഫ്രീ ആയിട്ട് പാസ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്തേ കയറി കിട്ടും. Team Parker with the iconic Bentley finishing 10th, Red Camel winning in the GT3 Cup class in the 909 car. ഇതിപ്പോൾ റേസിങ് ഓടി വന്ന കാറാട്ടോ. The 24 hours റേസിങ് കഴിഞ്ഞ് ഓടി വന്ന കാറാട്ടോ. അപ്പോൾ എന്താ കാറ്. ഇതിന് ഫ്യൂല് ഫില്ല് ചെയ്യുന്ന ഇവിടെ കേട്ടോ. ഫ്യൂല് ഫില്ല് ചെയ്യുന്ന പോയിന്റ് കേട്ടോ ഇവിടെ കാണുന്നത്. From the GT3 Pro Am. Firstly, 19 Cup cars was the heads-up team performance 99. The 901 Pro Sport Racing. ഇവരൊക്കെ കേട്ടോ കാർ ഓടിച്ച ആൾക്കാരോട്ടോ ഈ കാണുന്നത്. ഇവരൊക്കെ ഇതിൻ്റെ മെക്കാനിക്സ് ഉണ്ടോ. കാർ ഓടിച്ച ഡ്രൈവർമാരൊക്കെ കേട്ടോ ഈ കാണുന്ന ആൾക്കാർ. ഇത് BMW ഡ്രൈവർമാരോട്ടോ കാണുന്നത്. 24 hours BMW കേട്ടോ. BMW ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ഇത് ഓടീൻ്റെ ടീമാട്ടോ ഈ കാണുന്ന ടീമുകൾ. ഓടീൻ്റെ റേസിങ്ങിൻ്റെ ടീമുകളാണ്. എല്ലാ ടീമുകളും ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഓരോ യൂറോപ്യൻസ് ടീമുകളാട്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ, റേസിങ്ങിൻ്റെ ആൾക്കാരൊക്കെ. അവിടെ വണ്ടികൾ, പേഴ്സണൽ വണ്ടികളൊക്കെ കാണാം. അല്ലെങ്കിൽ ഇതിൻ്റെ ടയറുകൾ കാണോ, റിമും ടയർ കാണാം കേട്ടോ. ഇതാണ് റേസിങ്ങിന് ഉപയോഗിക്കുന്ന ടയറാട്ടോ. ഹാങ്കോക്കിൻ്റെ ടയറാണ്. ടയർ ഫുള്ള് കത്തിയാണ് ഫുള്ള് കത്തി ഇതായിന് കേട്ടോ. ഫെയ്ഡാണ് കേട്ടോ ടയർ ഫുൾ കേട്ടോ. അതുപോലെ വീൽ റിമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. ഞാൻ പല വാഹനങ്ങളെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ വാഹനങ്ങളെയും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഈ റേസിങ്ങിന് വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഒരു മെക്കാനിക്ക് എനിക്കൊരു ബീർ തന്നിട്ടോ. അപ്പോൾ ഞാൻ ബീറൊക്കെ അടിക്കാം കേട്ടോ. ഞാൻ വിചാരിച്ച വല്ല കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ബീറാണ്, നല്ല ആൽക്കഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു റേസിൽ ഒരു വാഹനത്തിന് 4 ഡ്രൈവറായിട്ടുള്ളത്. അപ്പോൾ ഒരു ഡ്രൈവർ 6 മണിക്കൂർ വാഹനം ഓടിക്കണം. അങ്ങനെ 24 hours അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു സർക്യൂട്ട്.
അങ്ങനെ ചില ടോട്ടലി 600 ലാപ്പൊക്കെ അടിക്കുന്നുണ്ട് ഈ ഒരു വാഹനങ്ങൾ. എന്നിട്ടാണിത് 24 hours ആവുന്നത്. ഇതിങ്ങനെ തുടക്കത്തിൽ ഒരു 70ഓളം വാഹനങ്ങളുണ്ട്. ഇനി അവസാനമായപ്പോൾ കുറച്ച് വാഹനങ്ങളുള്ളൂ. കാരണം ഒരുപാട് വാഹനങ്ങൾ ഫെയിലൊക്കെ ആയിട്ട് ടെക്നിക്കൽ കംപ്ലൈൻറ്റുകളൊക്കെ ആയിട്ട് പുറത്തായതാണ്. അവസാനം ഫസ്റ്റ് വന്നത് ഈ ഒരു റേസിങ്ങിൽ ഓഡീൻ്റെ R8 ആണ്. സെക്കൻഡ് പോർഷെ, തേർഡ് BMW M4 വന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതിങ്ങനെ ഓരോ ക്ലബ്ബുകളാട്ടോ, ഈ ഒരു ഓരോ വാഹനങ്ങൾക്കും ഓരോ ക്ലബ്ബുകളുണ്ട്. അവരാണ് ഈ ഒരു വാഹനത്തിനെ ട്യൂൺ ചെയ്യുന്നതും ആ റേസിംഗ് ടീമിനെ കൊണ്ടുനടക്കുന്നതൊക്കെ. അപ്പോൾ അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടു പരിചയമില്ലാത്തൊരു സംഭവമാണത്. ഇത് ഹാങ്കോക്ക് 24 hours റേസാണ്. ഇതിൻ്റെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഒരുപാട് വാഹനങ്ങളെ പരിചയപ്പെടാനുണ്ട്. ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.